ഇസ്രായേൽ സമുദായത്തിലുള്ള നബിമാർക്ക് തുല്യരാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്ത് സ്ഥാനമാണ് ഈ ഉലമാഇന് ലഭിക്കാനുള്ളത്? ബനു ഇസ്രായേൽ സമുദായത്തിലുള്ള പ്രവാചകന്മാർക്ക് തുല്യമാണ് എൻ്റെ സമുദായത്തിലുള്ള ഉലമാ. വലിയ സ്ഥാനം ആണ് അവർക്ക് ലഭിക്കേണ്ടായത്, വലിയ മഹത്വമുള്ള സ്ഥാനം. ആ ഉലമാ, അതാണ് യഥാർത്ഥ ഉലമാ. ഇനി ഉലമാക്കളുടെ കൂട്ടത്തിൽ മറിച്ചുമുണ്ട്. നേരത്തെ മഹാനായ ഉസ്താദ് അവറുകൾ ഇവിടെ വേറെക്കുമ്പോൾ ഒരു തരം ഉലമാഇൻ്റെ ഷർറിനെ തൊട്ട് കാവലിനെ ചോദിക്കുകയുണ്ടായി. നമ്മൾക്കൊക്കെ വേണ്ടി ഉലമാഉസ്സുവിൻ്റെ ഫിത്നയെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു എന്ന് ഉസ്താദ് ദ്വാരക്ക് നമ്മളൊക്കെ ആമീൻ ചെല്ലുകയും ചെയ്തു. ഇക്കാലത്തെ ഏറ്റവും ആവശ്യമായ ദുആ. എല്ലാവരും ഇൽമിൻ്റെ അഹ്ലുകാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും മനപ്പാടമുള്ള ഹദീസ്, പലപ്പോഴും ഉറുദിയിലും ബാദിലൊക്കെ ഹദീസ് ഓതും, പക്ഷെ ഹദീസ് പൂർത്തിയായി ഓതലില്ല. യൂശിക്കു അൻ യഅ്തിയ അലൈക്കും സമാനും, അല്ലേ? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ. എൻ്റെ അപ്പുറം അധികം ഓതലില്ല, അല്ലേ? എൻ്റെ അപ്പുറത്തെ ഹദീസ് എന്താണ്? ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ മഅദല്ലാഹ് 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 മിൻഹും തഖ്റുജുൽ ഫിത്നത്തു വഇലൈഹിം തഊദ്. ഒരു കാലം വരാനുണ്ട്, ദുഷിച്ച കാലം. ഇസ്ലാം പേരല്ലാതെ ബാക്കിയുണ്ടാവുകയില്ല. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയുള്ള കുറേ പേരുകൾ, അതിനൊന്നും തന്നെ ഹഖീഖത്തില്ല. ചിലപ്പോൾ അതൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടാകും, അതിനൊക്കെ ഹഖീഖത്തില്ല. അതിനൊക്കെ യാഥാർത്ഥ്യം ഉണ്ടാകണമെങ്കിൽ വേറെ ഒരു പണി മനസ്സിലാക്കാനുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കുക. പേര് വെറും ഇത്തരം പേരുകൾ, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് തുടങ്ങിയുള്ള പേരുകൾ മാത്രം. അതുപോലെ ഖുർആൻ, അതിൻ്റെ എഴുത്തുകൾ മാത്രം, മനോഹരമായ എഴുത്തുകൾ, അല്ലേ? ഏതെല്ലാം വിധത്തിലുള്ള എഴുത്തുകൾ മാത്രം. ആ ഖുർആൻ്റെ ഇൽമ് അതൊന്നും ബാക്കിയില്ല. അങ്ങനത്തെ ഒരവസ്ഥ. മസാജിദുഹും ആമിറത്ത്, അവരുടെ പള്ളികൾ അലങ്കൃതമായ പള്ളികൾ. ഹദീസിൻ്റെ തഫ്സീർ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. എങ്ങനെയുള്ള പള്ളികളാണ് എന്ന് ഹദീസിൻ്റെ തഫ്സീർ വായിച്ചാൽ ഞെട്ടിപ്പോകും. വരാൻ പോകുന്ന ചില പള്ളികൾ. മസാജിദുഹും ആമിറത്ത് വഹിയ ഖറാബും മിനൽ ഹുദാ. ആ പള്ളികളൊക്കെ ഹുദയെ സംബന്ധിച്ചിടത്തോളം ശൂന്യമാണ്. ഹുദയില്ല. ഹുദ വേണമെങ്കിൽ എന്ത് വേണോ? ഹുദാത്ത് വേണ്ടേ? ആ പള്ളിയിൽ ഹാദി വേണമല്ലോ, എങ്കിലെങ്കിലേ ഹിദായത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പം വഹിയ ഖറാബും മിനൽ ഹുദാ, ഹുദയെ സംബന്ധിച്ചിടത്തോളം അത് ശൂന്യമാണ്. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. മാന വെക്കാൻ പേടിയാവും. അള്ളാഹു കാക്കട്ടെ. ആകാശത്തിൻ്റെ ചുവട്ടിൽ എന്തെല്ലാം ജീവികളാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം ജീവികളുണ്ട് ഈ ആകാശത്തിൻ്റെ ചുവട്ടിൽ. ആ ജീവികളിൽ നിന്നെല്ലാം ഏറ്റവും മോശമായവർ എന്നാണ് പറഞ്ഞത്. മഅദല്ലാഹ് മഅദല്ലാഹ്, അല്ലാഹു ആക്കട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ സമാനിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അഹ്ലുൽ ഇൽമ്, ഇൽമിൻ്റെ അഹ്ലുകാർ, ഉസ്താദുമാർ, മുഅല്ലിമുകൾ, മുതഅല്ലിമുകൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞത്. വളരെ സൂക്ഷിക്കേണ്ട ഒരവസ്ഥ. മിൻഹും തഖ്റുജുൽ ഫിത്നത്തു, അവരിൽ നിന്നാണ് ഫിത്ന പുറത്തു വരുന്നത്. വഇലൈഹിം തഊദ്, അവരിലേക്ക് തന്നെ ഫിത്ന തിരിച്ചു പോവുകയും ചെയ്യും. അല്ലാഹു കാക്കട്ടെ. അപ്പം ആ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഉലമാ ഉസൂ, ആ കൂട്ടത്തിൽ ഇൽമിൻ്റെ അഹ്ലുകാരൊന്നും പെട്ടുപോകരുത്. അല്ലാഹു കാക്കട്ടെ. അതിനുള്ള മാർഗമാണ് നമ്മുടെ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഈ മഹത്തായ സ്ഥാപനം. ഈ സ്ഥാപനത്തെക്കുറിച്ച് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ പറയുകയുണ്ടായി. നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, നമ്മുടെ മഹാന്മാരായ നേതാക്കളായ ഉസ്താദുമാർ, ആ മുമ്പുള്ള ആ പാത, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ആശയാദർശങ്ങൾ, അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച ആരെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കലുണ്ട്. ഇപ്പോൾ സ്കോളർഷിപ്പിന് അപേക്ഷ വന്നാൽ പരിശോധിച്ച് നോക്കൂ, ഇതാരാണ്.
കാരണം ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ കോളേജിൽ നിന്ന് വരുന്നതൊക്കെ പരിശോധിച്ച് നോക്കലുണ്ട്. ചപ്പാരപ്പടവ് കോളേജിൽ നിന്ന് വന്നാൽ ഞാൻ പറയും അത് പരിശോധിക്കണ്ട, അത് കൂടുതലൊന്നും ചിന്തിക്കണ്ട, മുത്താലിമ്യങ്ങളെ പേര് മാത്രമേ എഴുതിയെടുത്താൽ മതി. ആ നിലക്ക് ഇൻഷാ അല്ലാഹ് 250ഓളം മഹാത്മാക്കളായ പണ്ഡിതന്മാർ ഇവിടുന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഇത് പുറത്ത് വന്നിട്ട് മറ്റേതെങ്കിലും സ്ഥാപനങ്ങളെ പോലെയല്ല, ഇതിന് വലിയ പ്രത്യേകതയുണ്ട്. ഈ സ്ഥാപനവുമായുള്ള ബന്ധം, മഹാനായ ഉസ്താദുമായുള്ള ബന്ധം അതൊരിക്കലും വിട്ടുപോവുകയില്ല. അതാണ് വേണ്ടത്, അതാണ് നമുക്ക് ആവശ്യം. മഹാനായ ഉസ്താദുമായുള്ള ബന്ധം ഈ സ്ഥാപനത്തിൽ ഒരു പ്രത്യേകതയാണ്. ഈ സ്ഥാപനത്തിൽ പ്രത്യേകം പ്രാധാന്യം നൽകുന്നു ഇൽമു തസവ്വുഫിന്, ഇല്ലേ? ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൽമു തസവ്വുഫിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥാപനമാണ്. എന്താണ് ഇൽമു തസവ്വുഫ്? ഇൽമു തസവ്വുഫ് ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി ഓറെ കൗലെടുത്ത് വായിച്ചാൽ പിന്നെ ആരും ഒന്നും എതിര് പറയില്ല. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 200-ലധികം അല്ല കൂടുതൽ നിർവചനങ്ങൾ അതിന് നൽകിയിട്ടുണ്ട്. തസവ്വുഫ് ഇൽമുൻ തുഅറഫു ബിഹി അഹ്വാലു തസ്കിയത്തിൻ നുഫൂസി വ തസ്ഫിയത്തിൽ അഖ്ലാഖി വ തഅമീരിൽ ലാഹിരി വൽ ബാത്തിനി ലിനൈലി സഅദത്തിൽ അബദിയ്യ. നല്ലൊരു താരീഫാണ്. ആത്മപരിഷ്കരണം, സ്വഭാവ സംസ്കരണം, ഉള്ളും പുറവും കേട് തീർത്ത് നന്നാക്കൽ. ഇവിടെ തഅമീറിൻ്റെ ഇവിടുത്തെ മയന എങ്ങനെയാണ്? കേട് തീർത്ത് നന്നാക്കൽ. അങ്ങനത്തെ ഒരു ഇൽമ്. എന്തിന്? ലിനൈലി സഅദത്തിൽ അബദിയ്യത്തി, ശാശ്വതമായ വിജയം നേടിയെടുക്കാൻ വേണ്ടി. ഈ ഇൽമ് കൂടാതെ കഴിയാത്തതാണ്. ചില അറിഞ്ഞുകൂടാത്തവർ ചോദിക്കും, ഇൽമു തസവ്വുഫ് തരീഖത്ത് അതൊക്കെ നബിൻ്റെ കാലത്തുണ്ടോ? ഉണ്ടോ? സഹാബത്തിൻ്റെ കാലത്തുണ്ടോ? സലഫീങ്ങളുടെ കാലത്തുണ്ടോ എന്നൊക്കെ ചോദിക്കും. പാവങ്ങൾ എന്താ ചെയ്യുക? ഇൽമു തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടോ? ഇൽമുൽ ഹദീസ് ഉണ്ടായിരുന്നോ? ഇൽമുൽ ഫിഖ് അങ്ങനെ ഒരു ഇൽമുണ്ടായിരുന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്? ഇൽമുൻ നഹ്വ്, ഇൽമു സർഫ് ഇതൊക്കെ ഉണ്ടായിരുന്നോ? എന്താണ് ഉണ്ടായിരുന്നത്? അപ്പൊ അതൊക്കെ അംഗീകരിക്കുന്നില്ലേ? അത് തന്നെയാണ് ഇൽമു തസവ്വുഫ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്നില്ലേ? ഇൽമുൻ തുഅറഫു ബിഹി അഹ്വാലു തസ്കിയത്തിൻ നുഫൂസി വ തസ്ഫിയത്തിൽ അഖ്ലാഖി വ തഅമീരിൽ ലാഹിരി വൽ ബാത്തിനി ലിനൈലി സഅദത്തിൽ അബദിയ്യ. ഈ ഇൽമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലെങ്കിൽ പിന്നെ എന്ത് ഇൽമാണ് ഉണ്ടായിരുന്നത്? അതിനാണ് തസവ്വുഫ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ദീനിൻ്റെ റുക്കിനാണ് തസവ്വുഫ് തരീഖത്ത്. ദീനിൻ്റെ റുക്കിന് മഹാത്മാക്കൾ എഴുതുകയാണ് അർക്കാനുദ്ദീനി സലാസത്ത്. ദീനിൻ്റെ റുക്കിനുകൾ, അതിൻ്റെ ഘടകങ്ങൾ 3: ഇസ്ലാം, ഈമാന്, ഇഹ്സാൻ. അല്ലേ? ഇത് 3നെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. എന്താ ഇസ്ലാം? അവിടുന്ന് വിവരിച്ചു കൊടുത്തു. എന്താ നബി ഈമാൻ? അതും പറഞ്ഞു കൊടുത്തു. എന്താണ് ഇഹ്സാൻ? അതും പറഞ്ഞു കൊടുത്തു. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ വന്ന് ചോദിച്ചു പോയാൾ ആരാണെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്തിനാണ് അദ്ദേഹം വന്നത്? ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി. ഇത് 3 അല്ലേ? ചോദ്യോത്തരത്തിലൂടെ ഇവിടെ പഠിപ്പിച്ചത് ആ 3 അല്ലേ? ആ 3 ദീന്. അതാണ് ഏത്? ഇഹ്സാൻ. അതുകൊണ്ടാണ് മഹാത്മാക്കളായ ഉലമാക്കൾ എഴുതുന്നത് ഫമൻ അഖല്ല ബിൽ ഇഹ്സാൻ, ആരെങ്കിലും ഇഹ്സാന് വൈകല്യമുണ്ടാക്കി, ഇസ്ലാം ഈമാൻ അത് അംഗീകരിച്ചു, ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക, ഇഹ്സാൻ. എന്നാൽ ഫമൻ അഖല്ല ബിൽ ഇഹ്സാനി, ഇഹ്സാന് വൈകല്യമുണ്ടാക്കി. അല്ലതി എങ്ങനത്തെ ഇഹ്സാൻ? ഹുവ തരീഖത്തു, അതിനാ തരീഖത്ത് എന്ന് പറയുന്നത്. ഈ ഇഹ്സാനാണ് തരീഖത്ത്. എന്നാ ഫദീനുഹു നാഖിസുൻ ബിലാ ശക്കിൻ, ഒരു സംശയവുമില്ല അവന്റെ ദീൻ നാഖിസാണ്, പൂർണ്ണമല്ല അവന്റെ ദീൻ. ലിതർക്കിഹി റുക്നൻ മിൻ അർക്കാനിൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ 3 ഘടകങ്ങളിൽ ഒന്നിനെ ഓൻ ഉപേക്ഷിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഓന്റെ ദീൻ നാഖിസാണ്. അതുകൊണ്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് അദ്ദുഖൂലു മഅ സൂഫിയത്തി, ഈ തസവ്വുഫിന്റെ അഹ്ലുകാരായ ഹൃദയം തെളിഞ്ഞ ഈ സൂഫിയാക്കളോടൊപ്പം
ആ തരീഖത്തിൽ പ്രവേശിക്കല് ഫറളു ഐനിൻ, ഫറളു ഐനാണ് ഗസാലിമാമ പറയുന്നത്. ഇത് ഫറളു ഐനാണ്. ഈ തരീഖത്തില് മഹാന്മാരായ മശായിഖുമാരോടൊപ്പം ഈ തരീഖത്തിൽ പ്രവേശിക്കല് ഫറളു ഐനാണ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ കടമയാണ്. ആരും അതിൽ നിന്ന് ഒഴിവല്ല. മുസ്ലിമീങ്ങൾ മുഴുവനും അവർക്കിത് ഫറള് ഐനാണ്. ഇല്ലേ ഫറള് ഐനി എന്ന് പറഞ്ഞാൽ മയന നിസ്കാരം നോമ്പൊക്കെ പോലെ ഫറള് ഐന. എന്നിട്ട് മഹാൻ എഴുതുകയാണ്, ഇത് ലാ യഖ്ലു അഹദും മിൻ ഐബ് ന്യൂനത, അമലുകളിലൊക്കെ വരുന്ന ന്യൂനത, വൈകല്യം, ഇതിൽ നിന്നൊക്കെ ഒഴിവാകുകയില്ല ഇല്ലൽ അംബിയാഉ അലൈഹിമുസ്സലാത്തു വസ്സലാം. അപ്പം എല്ലാവരും ഈ ഇൽമിൽ പ്രവേശിച്ചു കൊള്ളണം. മഹാനായ അബുൽ ഹസൻ ശാദിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹാനവറുകൾ പറയാണ്, മല്ലം യതവൽ ഫീ ഇൽമിനാ ഹാദാ മാത മുസിറൻ അലൽ കബായിരി വഹുവ ലാ യശർ. അവനതറിയില്ല. കാരണം ഫഅയ്യു ശഖ്സിൻ യസൂമു വയഅജ്, ആരാണ് നോമ്പ് നോക്കും, ഉജ്ബ് അവനെ പിടികൂടാതിരിക്കുക എപ്പോഴാണ്? ആരാണ് അങ്ങനത്തെ? നിസ്കരിക്കും, എന്നിട്ട് ഉജ്ബ് അവനെ പിടികൂടുകയില്ല. ആരറിഞ്ഞു അങ്ങനത്തെ ആരാണുള്ളത് എന്നൊക്കെ പറയുകയാണ്. എന്തായി ഉജ്ബ്, റിയാ, കിബർ, അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഈ ഇൽമിൽ പ്രവേശിച്ചു കൊള്ളേണ്ടതാണ്. അപ്പം നമ്മൾ എവിടെ എത്തിച്ചേർന്നത്? ഓരോരുത്തർക്കും ഫറള് ഐനായ ഇൽമ്, ആ തസവ്വുഫ്, അതിന് വലിയ പ്രാധാന്യം ഇവിടെ നൽകുന്നു എന്നുള്ളതാണ്. ആ പ്രാധാന്യം നൽകൽ ഇത് വളരെ ശ്രദ്ധിക്കണം. ചിലത് ചോദിക്കലുണ്ട്, നമുക്ക് ഈ എഹിയും മറ്റ് കിതാബൊക്കെ ഇല്ലേ, അതെല്ലാം നോക്കി മുത്താലയ ചെയ്തിട്ട് അങ്ങനെ പഠിച്ചിട്ടങ്ങ് ജീവിച്ചാൽ പോരെ? മഹാബദ്ധാണ്. അതൊന്നും പോരാ. പിന്നെന്ത് വേണം? ഫസുഹ്ബത്തു ശൈഖി വൽ ഇഖ്തിദാഉ ബിഹി വാജിബുൻ, വാജിബാണെന്ന് വെറുതെ പറയല്ല. വൽ അസ്ലു ഫീഹി ഖൗലുഹു തആല വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ. അങ്ങനെ ഇവിടുന്നൊക്കെ വായിച്ച് നടന്നാലൊന്നും പോരാ. പിന്നെ എന്ത് വേണം? ഒരു ശരിയായ ശൈഖ് മുഖേന ആയിരിക്കണം ഈ ഇൽമ് പഠിക്കുന്നത്.